നമസ്കാരം. ലോകക്രമത്തെ നിശ്ചയിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ശ്രവിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരികളുടെ സ്വീകാര്യത വർദ്ധിച്ചു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവകാശപ്പെടാറുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ നമുക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് വാദിച്ച് ജയിക്കാൻ പറ്റിയ കാര്യങ്ങൾ നമുക്ക് പറയുകയല്ലാണ്ട് വേറെ ഒന്നും പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു നിർണായക സംഗതി ഇവിടെ ഉണ്ടായിരിക്കുന്നു. പറയുന്നത് പോളണ്ടിൻ്റെ വിദേശകാര്യ മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് വ്ളാഡിസ്ലോവ് തെയോഫിൽ ബർട്ടോസെവ്സ്കി എന്നാണ്. അപ്പം അദ്ദേഹം ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിന് വന്നതാണ്. ഇന്ത്യ പോളണ്ട് ജോയിൻറ്റ് എക്കണോമിക് കമ്മീഷൻ യോഗത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. അതാണിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ സംഗതി ഇതാണ്: ഇപ്പോൾ ഉക്രൈൻ റഷ്യ സംഘർഷം നടക്കുകയാണല്ലോ. അവിടെ ഉക്രൈനെതിരെ റഷ്യ ഒരു ഘട്ടത്തിൽ ആണവായുധ പ്രയോഗം നടത്താനായിട്ട് പദ്ധതിയിട്ടു, അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയൊരു സന്നിഗ്ധ ഘട്ടത്തിൽ റഷ്യ എത്തിച്ചേർന്നു. ആ സമയത്ത് വ്ളാഡിമിർ പുടിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് പോളണ്ടിൻ്റെ വിദേശകാര്യ മന്ത്രി പറയുന്നു. അവിടെ ഈ പോളണ്ടിൻ്റെ വിദേശകാര്യ മന്ത്രി പറയുന്നതിൽ കുറച്ച് ഗൗരവം വർദ്ധിക്കുകയാണ്. കാരണം റഷ്യയും പോളണ്ടുമായിട്ട് വലിയ ശത്രുതയിലുള്ള രാജ്യമാണ്. ഈ ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ പോളണ്ടിനും നിർണായക റോളുണ്ട്. കാരണം പോളണ്ടിൻ്റെ വ്യോമാതിർത്തികൾ ലംഘിച്ചും റഷ്യൻ യുദ്ധവിമാനങ്ങൾ കടന്നു ചെന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി റഷ്യ ഉക്രൈനെതിരെ ആണവായുധം പ്രയോഗിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഉക്രൈൻ എന്ന പോലെ തന്നെ പോളണ്ടിനെയുമാണ്. കാരണം ഉക്രൈൻ്റെ തൊട്ടടുത്ത അയൽ രാജ്യം കൂടിയാണ് പോളണ്ട്. കൂടാതെ ഈ യുദ്ധം നാറ്റോ അംഗ രാജ്യം എന്ന നിലയിൽ പോളണ്ടിലേക്കും ഈ യുദ്ധം വ്യാപിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കരുതിക്കൊണ്ട് തന്നെയാണ് ഒരു ആണവാക്രമണ സാധ്യത ഇല്ലാതാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആ നേട്ടം പ്രകീർത്തിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് പോളണ്ടിൻ്റെ വിദേശകാര്യ മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ ഇത് പോളണ്ടിൻ്റെ വിദേശകാര്യ മന്ത്രി മാത്രമല്ല, നേരത്തെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആൻ്റണി ബ്ലിങ്കണും അതേപോലെ CIA മേധാവി വില്യം ബേൺസും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പോളണ്ട് നടത്തുന്ന ഒരു അവകാശപ്പെടൽ മാത്രമല്ലിത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ CIA അടക്കം ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പങ്ക് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഏത് തരത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ഇക്കാര്യത്തിൽ ആണവായുധം പാടില്ല, ആണവാക്രമണം പാടില്ല എന്ന് പറഞ്ഞത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. 2022 അന്നാണ് ഉക്രൈനെതിരെ റഷ്യ സമ്പൂർണമായ സൈനിക അധിനിവേശം തുടങ്ങിയത്. നേരത്തെ ക്രിമിയ എന്ന് പറയുന്ന ഒരു പ്രദേശം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് റഷ്യ ഉക്രൈനിൽ സൈനികമായി ഇടപെട്ടിരുന്നു. അതിനുശേഷം 2022 സമ്പൂർണ്ണ സൈനിക അധിനിവേശം അല്ലെങ്കിൽ തുറന്ന യുദ്ധം തുടങ്ങിയത്. അപ്പോൾ ആ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉക്രൈൻ വലിയ രീതിയിൽ റഷ്യയ്ക്ക് തിരിച്ചടി കൊടുത്തു. പറയുകയാണെങ്കിൽ ഖാർക്കീവ്, കേഴ്സൺ എന്നീ പ്രവിശ്യകളിൽ റഷ്യൻ സൈന്യത്തിനെ തുരത്താനായിട്ട് ഉക്രൈൻ സേന വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തു. അങ്ങനെ വലിയ നാശനഷ്ടം റഷ്യൻ സേനയ്ക്കുണ്ടായി. അപ്പോൾ യുദ്ധത്തിലുള്ള മേധാവിത്വം തിരിച്ചെടുക്കാനും ഉക്രൈന് ശക്തമായ തിരിച്ചടി നൽകുന്നതിനും വേണ്ടിയിട്ട് റഷ്യ ആണവായുധങ്ങൾ തയ്യാറാക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് 2022 സെപ്റ്റംബറിൽ ഉസ്ബെക്കിസ്ഥാനിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി SCO എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ വെച്ച് പുടിനുമായി ഉള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പുടിനോട് നേർക്കുനേർ നിന്ന് പറയുകയാണ്, ഇന്നത്തെ യുഗം യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, സമാധാനത്തിനും സഖ്യത്തിനും സാഹോദര്യത്തിനും വേണ്ടിയിട്ടുള്ളതാണ് എന്ന തരത്തിൽ പുടിനോട് നരേന്ദ്രമോദി പറഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കി, ഇത് ഉൾക്കൊണ്ടുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവായുധ ഉപയോഗത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് പോളണ്ടിൻ്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്. കൂട്ടത്തിൽ പോളണ്ടിൻ്റെ വിദേശകാര്യമന്ത്രി ഒന്നുകൂടി പറയുന്നു, വ്ളാഡിമിർ പുടിനെ പോലെയുള്ള ഒരു കരുത്തുറ്റ ഒരു ഭരണാധികാരി ചെവി കൊടുക്കുന്ന അപൂർവങ്ങളായിട്ടുള്ള ലോക നേതാക്കളിൽ ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞ ആ ഒരു ആവശ്യത്തോട് അദ്ദേഹം അനുകൂലമായി പ്രതികരിച്ചത് എന്നതുകൂടി അദ്ദേഹം ചേർത്ത് വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട്. ഇനി ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഈ കാര്യത്തിൽ ഓർക്കണം. ഉക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങി പല ഘട്ടത്തിലും ആണവായുധ പ്രയോഗത്തിൻ്റെ സാധ്യത
വന്നിരുന്നു. ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഉക്രൈൻ റഷ്യയ്ക്ക് മേൽ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ നടത്തിയത്. റഷ്യയുടെ നിരവധിയായ എണ്ണപ്പാടങ്ങളും റിഫൈനറികളുമൊക്കെ തകർക്കപ്പെട്ടു. ഈ ഘട്ടത്തിലെല്ലാം തന്നെ റഷ്യ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി, പ്രത്യേകിച്ചും അവരുടെ ആണവ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ബോംബർ വിമാനങ്ങളടക്കം ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്ത സാഹചര്യത്തിൽ ഒരു ആണവ ആക്രമണം തന്നെയാണ് ഞങ്ങൾക്കെതിരെ നടത്തിയത് എന്ന രീതിയിൽ ഉക്രൈനെതിരെ ആണവ പ്രയോഗം നടത്തും എന്നൊരു പ്രതീതിയൊക്കെ വന്നിരുന്നു. ആ ഘട്ടത്തിലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വ്ളാഡിമിർ പുടിൻ വശംവദനായി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം ഈ ഘട്ടത്തിൽ റഷ്യ അവരുടെ ആണവ നയം പുനർനിർവചിക്കുന്ന ഒരു ഘട്ടം കൂടി വന്നു. കാരണം അങ്ങനെ പറയാൻ കാരണം ഉക്രൈൻ ഒരു ആണവ രാഷ്ട്രമല്ല. എന്നാൽ ഒരു ആണവ രാഷ്ട്രമല്ലാത്തൊരു രാജ്യം തങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ ആ രാജ്യത്തിനെതിരെ ആണവ ആക്രമണം നടത്താനായിട്ട് റഷ്യയുടെ നയം അനുവദിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഉക്രൈൻ നിലവിലിപ്പോൾ നാറ്റോ സഖ്യവുമായി സഹകരിക്കുന്നു. അങ്ങനെ ആണവ ശേഷിയുള്ള രാജ്യങ്ങളുമായി സഹകരിക്കുന്ന ഒരു രാജ്യം തങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്താലും അത് ആണവ തിരിച്ചടി നൽകാൻ പ്രാപ്തമായ സംഗതിയാണ് എന്ന തരത്തിൽ റഷ്യ അവരുടെ നയം മാറ്റി. കൂടാതെ റഷ്യയുടെ ആണവ വാഹക ശേഷിയുള്ള അല്ലെങ്കിൽ വിമാനങ്ങൾ, ബോംബർ വിമാനങ്ങൾ, ആണവ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ബോംബർ വിമാനങ്ങളെല്ലാം തന്നെ ഉക്രൈൻ ആക്രമിച്ച് തകർത്തത് മതിയായ പ്രകോപനമാണ്, ആണവായുധം പ്രയോഗിക്കാനായിട്ടുള്ള മതിയായ പ്രകോപനമാണ് എന്ന തരത്തിൽ റഷ്യ അവരുടെ ആണവ നയം പുനർനിർവചിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇടപെട്ട് ഇക്കാര്യത്തിൽ ഒരു സംയമനത്തിൻ്റെ പാതയിൽ റഷ്യയെ കൊണ്ടുവരാൻ കാരണം നേരത്തെ തന്നെ പ്രധാനമന്ത്രി മോദി പുടിന് ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിൽ കൊടുത്തിരുന്നു. കാരണം നിലവിൽ തന്നെ റഷ്യ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും നേരിടുന്ന ഒരു രാജ്യമാണ്. ഒരു ആണവ ആക്രമണത്തിന് റഷ്യ മുതിർന്നാൽ അത് വലിയ രീതിയിലുള്ള ഒരു ഒറ്റപ്പെടലിനെ റഷ്യയെ കൊണ്ടുവന്നെത്തിക്കും. അത് ആ ഒരു തിരിച്ചടി ഒരു പക്ഷേ റഷ്യയ്ക്ക് അതിജീവിക്കാൻ സാധിക്കില്ല എന്ന കാര്യം പുടിനെ ബോധ്യപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നാണ് പൊതുവിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കരുതും നരേന്ദ്രമോദി റഷ്യയിൽ മാത്രമാണോ ഇത്തരത്തിൽ ഇടപെടൽ? അല്ല, അദ്ദേഹം ഒരേ സമയം ഈ യുദ്ധം നടക്കുന്ന ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ കക്ഷികളായ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരേപോലെ ബന്ധം സ്ഥാപിക്കുന്ന ഒരു കൗതുകകരമായ കാഴ്ചയും ഇതിനിടയിലുണ്ടായി. മുൻകാലങ്ങളിൽ നമ്മളുടെ നയമുണ്ടല്ലോ, ചേരിചേരാ നയം, ഏതാണ്ട് അതിൻ്റെ ഒരു പുതിയ കാലത്തെ ഒരു അതൊരു നടപ്പാക്കലാണ് നരേന്ദ്രമോദി ഇവിടെ നടപ്പിലാക്കിയത്. റഷ്യയുമായിട്ട് നമുക്ക് അചഞ്ചലമായ ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളുമായും നമ്മൾ സൗഹൃദം സ്ഥാപിക്കുന്നു. ഈ 2022 റഷ്യ ഉക്രൈൻ സംഘർഷം തുടങ്ങിയതിന് ശേഷം 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിൽ ഒരു സന്ദർശനം നടത്തി. ഈ ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിഘടിച്ചു മാറിയതിന് ശേഷം ആദ്യമായി അവിടെ എത്തുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി എന്ന് ഓർക്കണം. അവിടെ എത്തിയ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കി സ്വീകരിച്ചത്. അവിടെ അദ്ദേഹം നടത്തിയ പ്രസ്താവന, ഇവിടെ യുദ്ധക്കെടുതികളിൽ മരിച്ച കുട്ടികളടക്കമുള്ളവരുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ വേദനയിൽ എനിക്ക് അതിയായ സങ്കടമുണ്ട്, അവരുടെ വേദനയിൽ ഞാൻ പങ്കുകൊള്ളുന്നു. കൂടാതെ ഈ യുദ്ധത്തിന് പരിഹാരം എന്ന് പറയുന്നത് റഷ്യയും ഉക്രൈനും ഒരേപോലെ അവരുടെ വാദങ്ങൾക്ക് വില നൽകണം. അതേപോലെ തന്നെ ഉക്രൈൻ്റെ പരമാധികാരത്തെ, ഒരു രാജ്യം എന്ന നിലയിൽ ഉക്രൈൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത് എന്ന പ്രസ്താവനയും നരേന്ദ്രമോദി നടത്തി. ഇതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വ്ളാഡിമിർ സെലൻസ്കി ഇന്ത്യയിലേക്ക് അയച്ച സന്ദേശവും കൂടി നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. ഞങ്ങളുടെ പരമാധികാരത്തെ സംരക്ഷിക്കാനും ഞങ്ങളുടെ സ്വതന്ത്ര ജീവിതത്തിനും സമാധാനപരമായ ജീവിതത്തിനും ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു എന്നായിരുന്നു വ്ളാഡിമിർ സെലൻസ്കി അന്ന് നടത്തിയ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അയച്ച സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. ഇതുകൊണ്ടും കഴിഞ്ഞില്ല. ഇപ്പോൾ പോളണ്ടിൻ്റെ വിദേശകാര്യമന്ത്രിയാണല്ലോ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രസ്താവന നടത്തിയത്. പോളണ്ടിലേക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി. പോളണ്ടുമായിട്ടും നമ്മൾ വലിയ രീതിയിലുള്ള ഉടമ്പടികളും കരാറുകളും ഉണ്ടാക്കി. ഇപ്പോൾ പ്രതിരോധ രംഗത്തായാൽ പോലും പോളണ്ടുമായിട്ടും സ്ട്രാറ്റജിക് തന്ത്രപരമായ ഒരു ബന്ധം പോളണ്ടുമായിട്ട് പോലും സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ടിപ്പോൾ ഒരു കരാർ, എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു വിപണിയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടത്തുന്ന ഒരു രാജ്യം എന്ന നിലയിലും പോളണ്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ
വിവിധ രാജ്യങ്ങളുമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം നടത്തുന്ന പുതിയ ബന്ധങ്ങളും ഇടപാടുകളും ഏതു തരത്തിലുള്ളൊരു പ്രതിച്ഛായയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്കിപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു ആണവ യുദ്ധത്തിലേക്ക്, ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും വഴിമാറിയേക്കാവുന്ന ഒരു സംഗതിയെ അതിനെ നയപരമായി സമാധാനപരമായി അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു, അതൊരു മാതൃകാപരമായ ഒരു ഇടപെടൽ കൂടിയാണ് പ്രധാനമന്ത്രി നടത്തിയത് എന്നുള്ളത് ഓർക്കണം. ഏതായാലും ഇക്കാര്യത്തിൽ റഷ്യയ്ക്കും ഉക്രൈനും ഒരേപോലെ സ്വീകാര്യനായ ഒരു നേതാവ് എന്ന നിലയിൽ ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പോലും പരാജയം സമ്മതിക്കേണ്ടി വന്ന ഈ രണ്ട് രാജ്യങ്ങളെയും സമാധാന പാതയിലേക്ക് കൊണ്ടുവരാനും ഒരു ഉടമ്പടിയിലേക്ക് എത്തിക്കാനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പോലും സഹായിക്കാതിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പോലും പരാജയപ്പെട്ട ആ ഒരു കാര്യത്തിൽ ഇന്ത്യക്കിനി എന്ത് ചെയ്യാനാകും? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഫലപ്രദമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അവിടെ ഒരു ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.